മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തൻ്റെ ശക്തമായ നിലപാടിലൂടെ വീണ്ടും രണ്ടാം തര കപടവാദികളെ അരിഞ്ഞു വീഴ്ത്തിയിരിക്കുകയാണ്. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു പേരാണ് അദ്ദേഹത്തെ കൊത്തിവലിക്കാൻ വേണ്ടി എതിരാളികൾ കുറച്ചു ദിവസമായി കണ്ടുവച്ചത്. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ്. സ്വന്തം പിതാവിൻ്റെ പേര് ആർക്കും എവിടെയും ഉപയോഗിക്കാം, അതിന് ആരുടെയും അനുമതി വേണ്ട. പക്ഷേ ഇവിടെ സതീശനെ അനാവശ്യമായി കൊത്തിവലിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭ വരെ വെറും വി.ഡി. സതീശനായിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിൽ ഇത്തവണ ദാമോദര മേനോൻ സതീശനായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് തെറ്റായിപ്പോയി എന്നാണ് പലരും പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ ഒരു ആത്മനിർവൃതി വരുത്തുകയാണ് പലരും. എന്നാൽ വി.ഡി. സതീശൻ എന്ന നേതാവിനെ അറിയുന്ന എല്ലാവർക്കും ഇതിലൊരു സംശയം വരാൻ കാര്യമില്ല. അദ്ദേഹം ഉപയോഗിച്ചത് ഒരു മോശം പദമല്ല, സ്വന്തം പിതാവിൻ്റെ പേരാണ്. അതും പേരിൻ്റെ ഇനിഷ്യലുള്ള ഡി എന്ന അക്ഷരത്തിൻ്റെ പൂർണ്ണപദമാണ് സതീശൻ സത്യപ്രതിജ്ഞയിൽ പറഞ്ഞത്. പക്ഷെ ചിലർ അത് നായർ പ്രമാണി എന്നത് കാണിക്കാനാണ് സതീശൻ ശ്രമിച്ചത് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്തി. പേര് പറയുന്ന നായർ ശൈലിയിൽ വിഷമം തോന്നുന്ന ചില ആളുകൾ അങ്ങനെയും കരുതി. പക്ഷേ വി.ഡി. സതീശൻ മറ്റൊന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വീണ്ടും അതേ പേര് തന്നെ ആവർത്തിച്ച് MLA സത്യപ്രതിജ്ഞയിലും അത് തന്നെ പറഞ്ഞത്. അതായത് 2021 നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യവേ വി.ഡി. സതീശൻ എന്ന ഞാൻ എന്നായിരുന്നു സതീശൻ ഉപയോഗിച്ചത്. എന്നാൽ ഇപ്പോൾ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യവേ വി.ഡി. സതീശൻ പറഞ്ഞത്. ഇതുവരെ ഇല്ലാതിരുന്നൊരു സവർണ ജാതിവാൽ ഉറക്കെ പ്രഖ്യാപിച്ച് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചൊല്ലിയതും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അംഗീകരിക്കപ്പെട്ട സെക്യുലർ വരികളെ മറികടന്ന് വന്ദേ ഭാരതം ചൊല്ലിയതുമെല്ലാം മുൻനിലപാടുകൾ പൊള്ളയാണെന്ന് തെളിയിക്കുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വലിയ വിമർശനം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് വി.ഡി. സതീശനെതിരെ ആദ്യ വിമർശനവും ഉയർന്നു വന്നത്. പഞ്ചു കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറെ കൂടി ഇൻക്ലൂസീവ് എന്നും അതുപോലെ തന്നെ വായനയ്ക്ക് സമയം മാറ്റിവെക്കുന്ന മുഖ്യമന്ത്രി ഡോക്ടർ B.R. അംബേദ്കറെ വായിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണമെന്നുമൊക്കെ പറയുന്ന തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ സതീശനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ലവലേശം കുലുങ്ങാതെ വി.ഡി. സതീശൻ എന്ന നേതാവ് 3 ദിവസം കഴിഞ്ഞ് ഇന്ന് വീണ്ടും അതേ പേര് തന്നെ MLA സത്യപ്രതിജ്ഞാ ചടങ്ങിലും ആവർത്തിച്ചു. അതായത് വളരെ വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഒന്ന്, സ്വന്തം സമുദായമായ നായർ സമുദായത്തിലെ ആളുകൾ അല്ല, മറിച്ച് NSS സംഘടനയിലെ സുകുമാരൻ നായർ സതീശനെ ഒരു നായരല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചതും മാപ്പ് പറഞ്ഞാലും NSS ആസ്ഥാനത്ത് സതീശൻ വരണ്ട എന്നുമുള്ളൊരു പ്രസ്താവന ഇറക്കിയതുമെല്ലാം അങ്ങേയറ്റം തോന്നിയാസമായിരുന്നു. അങ്ങനെ ഒരു സംഘടനയിൽ നിന്നും അതിൻ്റെ അധികാരം ഉപയോഗിച്ച് മാറ്റി നിർത്തിയാലും താൻ നായർ തന്നെയാണെന്ന സന്ദേശമാണ് സതീശൻ ഇവിടെ നൽകിയിരിക്കുന്നത്. അത് നായർ സമുദായമായോ അല്ലെങ്കിൽ മുന്നോക്ക സമുദായമായോ ഒരു സന്ധി ചെയ്യലൊന്നുമല്ല. അതിനർത്ഥം മറ്റുള്ള സമുദായത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നല്ല. സ്വന്തം സമുദായത്തിലെ മേലാളന്മാരുടെ അഹങ്കാരത്തോടും പ്രമാണിത്വത്തോടുമാണ് സതീശൻ അവിടെ യുദ്ധം പ്രഖ്യാപിച്ചത്. മറ്റൊന്ന്, താൻ മുഖ്യമന്ത്രിയാകുമ്പോൾ സഹായിച്ചത് മുസ്ലിം ലീഗും അടക്കമുള്ളവർ ആയതു എന്നുള്ളത് കൊണ്ടും സതീശൻ ഇസ്ലാമിസ്റ്റാണെന്നും സുഡാപ്പിയാണെന്നും മുസ്ലിം തീവ്രവാദിയാണെന്നും ഒക്കെ പറയാൻ ശ്രമിച്ചവരും ഏറെയുണ്ട്. അങ്ങനെ പറഞ്ഞ് ചാപ്പ കുത്തിയവരോടുള്ളൊരു യുദ്ധമായിരുന്നു രണ്ടാമത്തേത്. തന്നെ സുഡാപ്പിയാക്കാനുള്ള തൽപര കക്ഷികളുടെ ശ്രമത്തെയാണ് സതീശൻ ആ പേര് പറഞ്ഞ് വെട്ടിവീഴ്ത്തിയത്. അപ്പോൾ സതീശൻ ഒരു മേനോൻ പേരും പറഞ്ഞ് പ്രമാണിത്വം കാണിക്കുകയല്ല ഇവിടെ ചെയ്തത്. തനിക്കെതിരെ ചാപ്പ കുത്തുന്നതും സമുദായത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനും കാരണം തൻ്റെ നിലപാടാണെങ്കിൽ ആ നിലപാടിനൊന്നുകൂടി ആക്കം കൂട്ടുകയാണ് സതീശൻ തൻ്റെ ഈ വരികളിലൂടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തൻ്റെ ചോര കുടിക്കാൻ വന്ന 2 തരം കപടവർഗവാദികളെയാണ് സതീശൻ വേലിക്ക് പുറത്തു വച്ച് തന്നെ അരിഞ്ഞു വീഴ്ത്തിയത്.